സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും തെലുങ്കു പഠനം നിർബന്ധമാക്കിയിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. കേന്ദ്ര ഭരണത്തിന് കീഴിലുള്ള CBSEയിൽ അഫിലിയേറ്റ് ചെയ്തവ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ഇനി മുതൽ തെലുങ്ക് നിർബന്ധമാകും. വിദ്യാർത്ഥികൾ അവരുടെ മാതൃഭാഷ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രാദേശിക ഭാഷ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഉത്തരവ് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 9, 10 എന്നീ ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സിലബസ് അടിസ്ഥാന തെലുങ്കു എന്നതിൽ നിന്ന് ലളിതമായ തെലുങ്കു ആക്കി മാറ്റുമെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. ഈ തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ ആയിരിക്കും നടപ്പാക്കുക. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വിശദമാക്കിയിരിക്കുന്ന ത്രിഭാഷാ നയത്തെ ചൊല്ലി അയൽ സംസ്ഥാനമായ തമിഴ്നാടും BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിൽ ഭാഷായുദ്ധം മുറുകുന്നതിനിടെയാണ് തെലങ്കാനയുടെ ഈ നിർണായക നീക്കം. ഇത് ഭാഷായുദ്ധത്തിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. CBSE, ICSE, IB, ക്രാംബ്രിഡ്ജ് ബോർഡുകൾ എന്നിവയിൽ അഫിലിയേറ്റ് ചെയ്തവ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും 1 മുതൽ 10 വരെ ക്ലാസുകളിൽ തെലുങ്കു നിർബന്ധിത വിഷയമായി പഠിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2018 കൊണ്ടുവന്ന നിയമം നടപ്പാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് തെലുങ്കു നിർബന്ധമായി പഠിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടെങ്കിലും സ്റ്റേറ്റ് സിലബസ് ഒഴികെ ഇത് പാലിക്കാറില്ല. CBSE, ICSE എന്നീ സിലബസുകൾ തെലുങ്കുവിനെ ഏതാണ്ട് തഴഞ്ഞ മട്ടാണ്. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവുമായി രംഗത്ത് വരുന്നത്. ഇതോടെ സ്കൂളുകൾ തെലുങ്കു പഠനത്തിന് നിർബന്ധിതരാകും. നേരത്തെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിച്ചിരുന്നു. വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള കേന്ദ്രത്തിന്റെ സമ്മർദ്ദം നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവ BJPക്കും കേന്ദ്രത്തിനുമെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 10,000 കോടി തന്നാലും കേന്ദ്രത്തിന്റെ നയം അംഗീകരിക്കില്ലെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിന്റെ പാത പിന്തുടർന്ന് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും രംഗത്ത് വരുന്നതിന്റെ സൂചനയാണോ രേവന്തിന്റെ പടപ്പുറപ്പാട് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം NEP നടപ്പാക്കിയാൽ തന്റെ സംസ്ഥാനം 2000 വർഷം പിന്നോട്ടു പോകുമെന്നാണ് MK സ്റ്റാലിന്റെ വാദം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയത്തിന് കീഴിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിനെ കഴിഞ്ഞ ദിവസവും സ്റ്റാലിൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. സംസ്ഥാനത്തിന് ഹാനികരവും തമിഴ് സ്വത്വത്തിന് വിരുദ്ധവുമായ ഒന്നും അനുവദിക്കില്ലെന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. 8 കോടി ആളുകൾ സംസാരിക്കുന്ന തമിഴ്നാട് ഭാഷാ വികസനത്തിന് ഇത്തവണ 74 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും എന്നാൽ 1000ഓളം പേർ മാത്രം സംസാരിക്കുന്ന ഭാഷയായ സംസ്കൃതത്തിന് 1488 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുക മാത്രം ചെയ്യുന്ന കേന്ദ്രം സംസ്കൃതത്തെ അമിതമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന് NEP നടപ്പാക്കുന്നതിനെ ചൊല്ലി തമിഴ്നാടും കേന്ദ്രവും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രധാന പദ്ധതികൾക്കുള്ള ഫണ്ട് തടഞ്ഞുവെന്നാണ് DMK ആരോപിക്കുന്നത്.